ഫുഡ് റെഡി ആയിട്ടോ, ഫുഡിലോട്ട് പോകാം. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് ഗൈസ് നോക്കൂ, 2 ആനകൾ. വലുത്. ഓ ഇത് ഓരോന്നും ഓരോ സ്പൈസസുകളാണ്. ക്രിസ്മസ് പുൽക്കൂട്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഓലമടലുണ്ട്, വലിയ ക്രിസ്മസ്. ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാനുള്ള ചോക്ലേറ്റ്സ്, മിഠായിസ് ആണ്. ഞാനൊരു കുഞ്ഞു പിള്ളേർ ആയതുകൊണ്ട് കാണാൻ നിൽക്കുന്നത്. നടക്കുന്ന വഴികളൊക്കെ മിററൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. അങ്ങനെ തിരിച്ചു വന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ ഗെയിംസ് ഒക്കെ കളിച്ചു. ഗായ്സ്, നേരത്തെ കാലിയായിരുന്ന ചായക്കട ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോ കുറെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു, കുറെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മള് ഹൗസ് ബോട്ടിൽ കയറാൻ പോവാണ്. വാവ് ഗായ്സ്, ഇത് അഷ്ടമുടി കായൽ. വെള്ളത്തിലെ വാട്ടർ സ്റ്റേ പോലെ ഇടിക്കും ഞാൻ. വലിയ വില ഫാമിലി എസ്റ്റേറ്റ്. അതിന് സ്റ്റാച്യു ഓഫ് ലിബർട്ടിന്റെ മലയാളം വേർഷൻ വിളക്കം. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഹൗസ് ബോട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മള് സ്നാക്സ് കഴിക്കാൻ പോവാം. സ്നാക്സ് എന്തൊക്കെയുണ്ട് നോക്കാം. പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ്സ് ആയിരുന്നു. ചെസ് ഉണ്ടായിരുന്നു, ക്യാരംസ് ഉണ്ടായിരുന്നു, അങ്ങനെ വേറെ പല ഗെയിംസും ഉണ്ടായിരുന്നു അവിടെ. ഗായ്സ്, അപ്പോൾ നമ്മള് ഏകദേശം 7 ആയി ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ നിൽക്കാണ്. ഗായ്സ്, അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ആറ്റിങ്ങലൊന്നും ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഡിന്നറൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് ഹോട്ടൽ ബ്രൈറ്റിലോട്ടാണ്. ആറ്റിങ്ങൽ പേര് പോലെ തന്നെ നല്ല ബ്രൈറ്റായി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഔട്ടിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓവറോൾ ആയിട്ട് പറയണമെങ്കിൽ അടിപൊളിയായിരുന്നു. കൊല്ലത്തെ അഷ്ടമുടി ലേക്കിന്റെ സൈഡിലുള്ള റിസോർട്ടിലായിരുന്നു പരിപാടി. ഫുഡ്, പിന്നെ കോർഡിനേറ്റേഴ്സ് നടത്തിയ കുറെ ഗെയിംസ്, ഇവന്റുകൾ എല്ലാം നൈസായിരുന്നു. ഒരിക്കലും ബോറടിച്ചിട്ടില്ല സത്യം പറഞ്ഞാലും. പിന്നെ അടുത്ത എന്തിനെങ്കിലൊക്കെ കാണാം. ശരി, ബൈ.